ഈ ഷർട്ട് എടുത്തോണ്ട് എന്തിനാ ഇടുന്നത്? ഇത് മുഷിഞ്ഞിട്ടില്ല. ഇത് ഒരു പ്രാവശ്യം ഏട്ടന് ഇട്ടിട്ടുള്ള അന്ന് കടയിൽ പോയപ്പോഴത്തേക്ക് അതവിടെ കൊണ്ടെടുക്കും. ആരിട്ട്? അത് ഇതെടുത്തപ്പോഴത്തേക്ക് താഴെ വീണ് പോയതായിരിക്കും. അതവിടെ ഹാങ്കറിൽ കൊണ്ടിട്ടേക്ക് ചെല്ലും. ഇതൊക്കെ കളയേണ്ട സമയം അതിക്രമിച്ചേട്ടാ. ഇതൊക്കെ കളറും പോയി മങ്ങി. ഉടുതുണിക്കും മറുതുണി ഇല്ലാത്ത ആളുകൾ ഒരു ആയിരക്കണക്കിന് പേര് നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പൊ ആരും അങ്ങനെ നടക്കാറില്ല. ഇപ്പൊ ഇച്ചിരി മങ്ങിയാലൊക്കെ ആളുകൾ കളയും എടുത്തു. പിന്നെ ഇത് ഏട്ടന് എത്ര കല്യാണത്തിൽ പോണ ഒരിക്കൽ കൊടുത്ത സാരി പിന്നെ കൊടുക്കൂല. അടുത്ത കല്യാണത്തിൽ വേറെ സാരി. അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ അങ്ങനെയൊന്നും. ഞാനും ചേച്ചി അങ്ങനെയൊന്നും. നിങ്ങളൊക്കെയാണ് അങ്ങനെ. നിങ്ങളുടെ ഫാഷൻ കാരനെ സഹിക്കാൻ പോയാ നാട്ടിൽ മൊത്തം പറഞ്ഞിട്ടുണ്ട്. എന്ത് ഒരു പോലീസുകാരന്റെ പേര് ഇങ്ങനെ നടക്കേണ്ടത് ഭയങ്കര മേക്കപ്പാണ്. ഇതൊക്കെ ഇത് മൊത്തം അലക്കണമെങ്കിൽ ആദ്യം ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിച്ചതാ. ആ വാഷിംഗ് മെഷീനിലാണെങ്കിൽ ഇല്ലേ അത് സ്വിച്ച് ഇടണം. ആദ്യം എന്നിട്ട് ഒരു ലിക്വിഡ് ഒഴിച്ചിട്ട് ഇത് മൊത്തം ഇട്ട് കഴിഞ്ഞാൽ ഒരു 45 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഓക്കെ ഉണങ്ങി വരും. പിന്നെ ജസ്റ്റ് ഒന്ന് വിരിച്ചാൽ മതി വെയിലത്ത്. എന്തിനടി ഇത്രയും പാടുപെടുന്നത്? വെള്ളത്തിലിട്ടിരുന്നു, എടുക്കുന്നു, കഴുകുന്നു, 5 മിനിറ്റകം വിരിക്കുന്നു. നിനക്ക് വിരിക്കാൻ മാറി ഞാൻ വിരിക്കാം. ഞാൻ കഴുകി തരാം. മാർക്കേ കൊണ്ട് മാറി പോ. അലക്കി കഴിഞ്ഞിട്ടില്ല ഏട്ടാ. പിന്നെ എങ്ങനെ വിരിക്കണത്? ജോലി എത്ര മടി എന്നിട്ട് നിനക്ക്? ജോലിയെല്ലാം ചെയ്യുന്നു. ഇതിനൊക്കെ മറുപടി പറയാൻ നിന്ന് കഴിഞ്ഞാലേ അത്ര സഹായിക്കാൻ. കുറച്ച് വെള്ളം എടുത്തോണ്ട് ഓടുന്നു. ആ വെള്ളം കള നിറച്ചെടുക്കാൻ. പണ്ടാണെങ്കിൽ ഈ ഷർട്ട് വാങ്ങിച്ചിട്ട് നമ്മുടെ കല്യാണം കഴിഞ്ഞ ഇടയ്ക്ക് എങ്ങാണ്ട് വാങ്ങിച്ചതാ. ആ ഷർട്ടിന് എന്തെങ്കിലും കുഴപ്പമാണോ നോക്കുന്നേ? ഒരു കുഴപ്പമില്ല. പക്കയാണ്. ഇന്നും ചോദിക്കാറുണ്ട് ആൾക്കാര് ഈ ഷർട്ട് ഇടാത്ത. എത്ര പേരെ എന്നോട് ചോദിക്കുന്ന കനകന് വേറെ ഷർട്ട് ഇല്ലേ, എപ്പൊ നോക്കിയാലും ഈ ഷർട്ടാണല്ലോ ഇടുന്നേന്ന്. അതിനിപ്പോ എന്താ കുഴപ്പം? അമ്മേ ഉണ്ടെങ്കിൽ തരാൻ എത്ര നേരെ ചോദിക്കുന്നു. എന്റെ പൊന്നു മക്കളെ, എന്റെ ഇല്ലെന്ന് ഞാൻ 100 പ്രാവശ്യം പറഞ്ഞില്ല. ഇപ്പൊ തന്നെ ഞാൻ എന്തുമാത്രം രൂപ ചെലവാക്കിയെന്ന് നിനക്കറിയാമോ? ആ കിട്ടുന്ന പെൻഷൻ കാശല്ലേ ഞാൻ ഈ തുരുക്കൂട്ടി വെച്ചിരുന്നു. നിനക്ക് ഒരു കാര്യം ഉണ്ടെങ്കിൽ എനിക്ക് കൊടുക്കാൻ അറിഞ്ഞൂടെ എന്റെ പൊന്നില്ലേ എന്ന് പറഞ്ഞ് പാവം എന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടാവുമോ? നീ ആ ക്ലീറ്റസിന്റെ അടുത്തൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുമല്ലോ. 45 വയസ്സ്, ഇപ്പൊ 46 വയസ്സായില്ലേ? ഇനി എന്നാ ആരാണ് അവനൊരു ജോലി കൊടുക്കുന്നത്? നീ ഒന്ന് പറ. ജോലിക്ക് എന്തിനാ പോണത്? പിന്നല്ലാതെ ജോലിക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം നല്ല വരുമാനമുണ്ട്. ചില സമയത്ത് ടൈറ്റ് വരും. ചില അല്ലേ ചേച്ചി? അല്ലാതെ ക്ലീറ്റോ ചേട്ടൻ ഞാൻ പറയണത് ഇപ്പോഴത്തെ ആവശ്യത്തിന് ക്ലീറ്റോ ജോലിക്ക് പോയിട്ട് കിട്ടിയാ മതിയോ? അതല്ല, നമുക്കിങ്ങനെ അപ്പോഴപ്പോഴും കിട്ടുന്ന അപ്പം എണ്ണിച്ചുട്ട് അപ്പം പോലെ ഒന്നും നടന്നാൽ പറ്റത്തില്ല. നമുക്കൊരു ജോലി വേണം. ജോലി ഉണ്ടെങ്കിലേ കാശുണ്ടാവൂ. അല്ലാതെ ഇങ്ങനെ അവിടെ ഇവിടെ ചെന്ന് ഓരോ പ്രാവശ്യം തെണ്ടാനും പറക്കാനും ഒന്നും ശരിയല്ല. ഒരു സ്ഥിര വരുമാനം. ഞാൻ വല്ലയിടത്തോട്ടും പോയാണോ ചോദിച്ചത്? ഞാൻ അമ്മയോടല്ലേ ചോദിച്ചത് 2000 രൂപ തരാൻ. ഇപ്പൊ ക്ലീറ്റോ ജോലിക്ക് പോയിട്ട് എനിക്ക് തരുള്ളൂ എന്ന് പറഞ്ഞ പാടല്ലേ? അവൻ ജോലിക്ക് പോകില്ലെന്നുള്ള അമ്മക്ക് അറിഞ്ഞൂടെ? ഈ മുതുക്കാലത്തിന് അവൻ എവിടെ ജോലി കൊടുക്കാനാണ്? അവന് ജോലി കിട്ടേയില്ല. അവന് ജോലി കിട്ടിയാലെന്ത് കിട്ടിയില്ലെങ്കിൽ എന്ത്? അവന് സപ്പോർട്ട് ചെയ്യാൻ ഭാര്യയുണ്ട്, അവന് സൗകര്യമുണ്ട്. അവരോട് പറഞ്ഞാൽ അവനെ പിന്നെ ഞങ്ങൾ കൊണ്ട് കളയണോ? കളയണ്ടെന്ന് സപ്പോർട്ട് ചെയ്യായിരുന്നൂടെ? കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം അവന്റെ. ഇതെന്താ സപ്പോർട്ട് ചെയ്യണേ? എന്ത്? പിന്നെ ക്ലീറ്റോ അങ്ങനെ തെണ്ടി നടക്കണ ആളൊന്നും അല്ല. വല്ലപ്പോഴും ഒക്കെ അല്ലേ ഇവിടെ ഒന്ന് ചോദിക്കണല്ലോ. അല്ലാത്ത സമയത്ത് എല്ലാം ക്ലീറ്റോ ചേട്ടനല്ലേ കാര്യങ്ങൾ നോക്കണത്. എല്ലാ കാര്യങ്ങളും നോക്കുന്നു. കൂടെ വന്നത് അത് എവളി പറയുന്നത്. സുളിച്ചേച്ചി വരുന്ന മിണ്ടാതിരിക്കണേ. വേണ്ട, പൈസ വേണ്ട, മിണ്ടായിരിക്കും. കാര്യമായിട്ട് എന്തോ ഉണ്ടല്ലോ. എല്ലാരും ഉണ്ടല്ലോ. വർത്താനം പറഞ്ഞിരിക്കുവായിരുന്നു. ഇത് കുറച്ച് ചിക്കൻ കറി ഞാൻ അമ്മയ്ക്ക് കൊണ്ടുവന്നതാ. കുറച്ചേ ഉള്ളൂ. എന്താ അമ്മയ്ക്ക് മാത്രം? ഞങ്ങൾക്കൊന്നും കഴിച്ചൂടെ? ഞാൻ പറയാൻ തുടങ്ങി. ചെറിയൊരു കോഴയും വാങ്ങിച്ചോണ്ട് വന്നു. അതില് കുറെ പുള്ളി റിഹേഴ്സലിന് പോയപ്പോ കൊണ്ടുപോയി. അപ്പൊ ഞാൻ അമ്മയ്ക്ക് ഞാൻ പറഞ്ഞ കൊച്ചു പാത്രമല്ല. അയ്യോ, എല്ലാവർക്കും കൂടെ ഇത് എങ്ങനെ? ഞങ്ങൾ 5 പേരില്ലേ? കുറച്ചേ ഉള്ളൂ. അത് പറഞ്ഞില്ല, അമ്മയ്ക്ക് മാത്രം. ഞാൻ എന്തായാലും ടേസ്റ്റ് ചെയ്തു കേട്ടോ. അമ്മയുടെ പങ്ക് മക്കൾക്ക്. അങ്ങനെ ഒറ്റയ്ക്ക് കഴിക്കത്തില്ലെന്ന് നിനക്കറിയാലോ. ഉണ്ടാക്കും ചിക്കൻ കണ്ടോ തീർന്നു. കൊള്ളാവോ? വലിയ ഇതൊന്നും കാണൂല. പൊടികളൊക്കെ കുറവായിരുന്നു. പിന്നെ ഉള്ളത് കൊണ്ടൊക്കെ ഞാൻ ഉണ്ടാക്കി. കൊച്ചിനോട് എങ്ങനെയുണ്ട്? അടിപൊളി. അയ്യോ, അടിപൊളി. അടിപൊളി.
പോ. അമ്പോയാ അയ്യോ അടിപൊളി. ഇതെങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കിയത്? പാത്രം ഇപ്പൊ വേണം സുലു ചേച്ചി? വേണ്ട, ഞാൻ പിന്നെ വരാം. ആണോ? എന്നാ ഞാൻ പോട്ടെ. പോവാണോ? എനിക്ക് ഇല്ല, കുറച്ച് ജോലി ഉണ്ട്. സൂപ്പർ ഏട്ടാ. ഓ നല്ല ടേസ്റ്റ്. ഇതിപ്പോ അമ്മക്കൊണ്ട് വന്നിട്ട് തീർന്നല്ലോ. അയ്യോ അയ്യോ എന്റെ മക്കൾ തിന്നാ മതി. നിങ്ങള് കണ്ടാടി ചിക്കൻ കറി കണ്ട ഇങ്ങനെ വേണം ചിക്കൻ വെക്കാൻ, അല്ലാതെ സാമ്പാർ പോലെയല്ല ചിക്കൻ കറി വെക്കുന്നത്. സാമ്പാർ പോലെ ആരാ വെക്കണത്? നീ വെച്ചത് സാമ്പാർ. ഞാൻ വെക്കുന്നതാ. ഞാൻ എപ്പോഴാ അമ്മ ചിക്കൻ കറി സാമ്പാർ പോലെ വെച്ചിരുന്നത്? വെറുതെ അങ്ങിരുന്ന് പറഞ്ഞേക്കുവാ. അമ്മക്ക് അങ്ങനെ തോന്നിട്ടുണ്ടാവും. ഞാൻ വെക്കുന്നതാ അങ്ങനെയാണോ ഏട്ടാ? അല്ല ചിക്കൻ കറി ഇങ്ങനെ ഇരിക്കണം, ഗ്രേവിയൊക്കെ ഇങ്ങനെ പേരിട്ട് എന്തൊന്ന് എന്ത് സ്വാദം നോക്കിയാണ്. കൊള്ളാം, ശരിയാ. എന്ത് അവൾക്ക് കൊടു, അവൾക്ക് നോക്കുന്നു. എന്ത് നോക്കാൻ? കഴിച്ചു നോക്കടി. ഞാൻ കഴിച്ചു നോക്കി. എന്നിട്ട് കൊള്ളത്തില്ലേ? ആ കൊള്ളാം. ആ പിന്നെ അതാ പറഞ്ഞു ഇങ്ങനെ വെക്കണോന്നല്ലേ പറഞ്ഞത്. ഇങ്ങനെ വെക്കണോന്ന് പറയണം. പിന്നെ മറ്റുള്ളവർ വെക്കുന്നത് സാമ്പാർ പോലെയാന്ന് അല്ല ഞാൻ ഒരു ഇത് പറഞ്ഞതേ ഉള്ളു, സാമ്പാർ പോലെ തന്നെ. കൊച്ചിനോട് കഴിച്ചോ? എന്തേടി? എന്തോ ഓ നല്ലതാ. ഇച്ചിരി അതുപോലെ വെക്കായിരുന്നല്ലേ കറി? നല്ല കറിയായിരുന്നു. കഴിക്കേ. കഴിച്ചോ? മതിയാ മോനെ? എന്തടി എന്തടി ഒരു കാര്യം അറിയാത്ത പോലെ എന്തടി എന്തടി നീ ചോദിക്കണ എന്തിനാ? എന്താന്ന് അറിയാല്ല. എനിക്ക് എന്ത് കാര്യം എന്ത് അമ്മയോട് വെച്ച് പറഞ്ഞൊക്കെ കേട്ടില്ലേ? അമ്മ എന്താ പറഞ്ഞു? അമ്മ എന്ത് പറഞ്ഞ്? സുലു ചേച്ചി കൊണ്ട് കറി കൊണ്ട് തന്നപ്പോഴത്തേക്ക് അമ്മ എന്തൊക്കെയാ പറഞ്ഞത്? കൊള്ളാന്ന് പറഞ്ഞല്ലേ? അത് സുലു ചേച്ചിയുടെ കറി. അമ്മ അത് കഴിഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കുന്ന ചിക്കൻ കറിനെ പറ്റി പറഞ്ഞാലോ? ചേച്ചിയുടെ മുമ്പിൽ വെച്ച് ഞാൻ ഉണ്ടാക്കുന്നതല്ലേ അമ്മ കഴിക്കുന്നത്. ഞാൻ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് എല്ലാം കഴിക്കും. ആ ലില്ലി കൊള്ളാം, നല്ല നല്ല പാകത്തിന് ഉപ്പും മുളകും എന്ന് പറയുകയും ചെയ്യും. വല്ലവരും വന്നിരിക്കുമ്പോഴത്തേക്ക് എന്റെ കറീനെ പറ്റി കുറ്റവും പറയും. അത് എവിടുത്തെ ന്യായമാണ്? അങ്ങനെ പറയണ്ട. ആരുടെ മുമ്പിൽ വെച്ചും പറയണ്ട. എനിക്കത് ഇഷ്ടമല്ല ഏട്ടാ. അങ്ങനെ അറിയാതെ ഒന്നുമല്ല. അമ്മയ്ക്ക് എപ്പോഴും ഉള്ളതാണ് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നെ ഇങ്ങനെ കൊച്ചാക്കി പറയുന്നത്. അത് ഏട്ടനടുത്ത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അമ്മയുടെ ബാക്കി ഏട്ടനും ഇങ്ങനെയൊക്കെ തന്നെയാണ് കാണിക്കണത്. എന്തുവാടി നീ എന്റെ ചെറുക്കനെ കൊല്ലുവോ? ഓ എന്റെ പൊന്നമ്മേ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നും സംസാരിക്കാൻ പറ്റത്തില്ലേ? അപ്പൊ ഉടനെ കൊല്ലലായ? അല്ല ഇങ്ങനെ ഒരു ചാണ്ടിയാരം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഇത് വല്ലാത്തൊരു ചാണ്ടിയാരം തന്നെ. ഞാൻ എന്തോ പറഞ്ഞെന്നാ? പറ, കാര്യം പറ. അമ്മ ഒന്നും പറഞ്ഞില്ലേ? എന്താ പറഞ്ഞു? പിന്നെ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുന്ന സാമ്പാർ പോലെയാന്ന് പറഞ്ഞില്ലേ? സാമ്പാർ പോലെ ഇരിക്കുന്ന ഞാൻ ചിക്കൻ കറി കൊള്ളാന്ന് പറഞ്ഞു. ആര് കറി വെച്ചാലും നല്ലതെന്നേ ഞാൻ പറയത്തുള്ളൂ. പിന്നെ ഞാൻ വെക്കുന്ന എന്താ നല്ലതെന്ന് പറയാത്തത്? അമ്മ എന്നോട് പറയുമല്ലോ കൊള്ളാന്ന്, എന്നിട്ട് വല്ലരും വന്നിരിക്കുമ്പോ പറയും കൊള്ളത്തില്ലെന്ന് പറയും. നിന്റെ കൂടെ ഞാൻ നല്ലതെന്ന് തന്നെ പറയുന്നത്, കൊള്ളാത്തതെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇനി ചിക്കനൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞാൻ വെക്കത്തില്ല. ഒരു ചുമ്മാതിരിക്കലുമില്ല. ഇനി ഇവിടെ ചിക്കൻ മേടിച്ചോണ്ട് വരുന്ന ദിവസം ഞാൻ അടുക്കള കയറില്ല കേട്ടാ. ഞാൻ വെക്കത്തില്ല. ആരാണെന്ന് വെച്ചാൽ വെച്ച് കഴിച്ചോ. ലിലി ഞാൻ സത്യം പറയാലോ, അല്ലെങ്കിൽ നീ ചിക്കൻ കറി വെച്ചാൽ കൊള്ളത്തില്ല. സാമ്പാർ എന്താ? അല്ല കൊള്ളത്തില്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. എന്താ നടാ നോക്കിക്കൊണ്ടിരിക്കുന്നത്? പോയി ചിക്കൻ വാങ്ങിച്ചോണ്ടാ, ഞാൻ വെച്ച് കാണിച്ചു കൊടുക്കാം. ചുമ്മാതായിട്ടാ മേടിച്ചോണ്ട് വരുമ്പോഴത്തേക്ക് അമ്മ പറയും എനിക്ക് കൈവേദനയാണ് കാലുവേദനയാണ്, ലില്ലി അങ്ങോട്ട് വെച്ചെന്ന് പറയും. അങ്ങനെയൊന്നുമില്ല. ചുമ്മാതെ ഞാൻ അങ്ങോട്ട് ഉണ്ടാക്കി തരുമ്പോ ബാക്കി അങ്ങോട്ട് തിന്നാ പോരാ. ഉള്ളിയും മുളകും എല്ലാം അരിഞ്ഞൊക്കെ തരണം. ഇപ്പൊ അമ്മ ചിക്കൻ കറി വെക്കാൻ പോണോ? അങ്ങനെയാണെങ്കിൽ ഞാനും ചേച്ചിയും കൂടെ ഉള്ളി എല്ലാം അരിഞ്ഞുതരാം. അമ്മ വെക്കുന്ന ടേസ്റ്റ് തിന്ന് നോക്കിട്ട് അഭിപ്രായം പറയാം. പോയിട്ട് വേടാ. അതൊക്കെ മതി. അങ്ങനെ എന്നെ തോപ്പിക്കാനൊന്നും ആരും വിചാരിക്കണ്ട. ഞാൻ ഇതൊക്കെ കുറെ വെച്ചതും വിളമ്പിയതും ഒക്കെ തന്നെ. ശരിക്കും ഞാൻ ചിക്കൻ കറി വെക്കുന്ന സാമ്പാർ പോലെയാണ്. നല്ലതല്ലേ? എനിക്കറിയാം ഞാൻ വെക്കുന്നത് നല്ലതാണ്. എവിടെ നിന്നെ കൊണ്ടുപോയാലും എവിടെ പോയി പ്രശ്നങ്ങൾ ഉണ്ടായി കേട്ടാ. നീ എവിടെ പോയടാ?
ഞാൻ വേണ്ട അവിടെ ഒരു കോഴിക്കടയിൽ അവിടെ പോയത് ആ എന്ത് ചിക്കൻ മേടിക്കാൻ. ആ എന്ത് വൈലെന്ത് പരിപാടി പൊടി കുത്താൻ പോയത്. ഏടെ ഒന്നും പറയണ്ടേ വെണ്ട നട്ടാക്കുന്ന വസ്തുവില്ലേ ആ അത് നമ്മുടെ ബാബു ഇല്ലേ കൊച്ചു ബാബു ആ അവന്റെ കണ്ടമാണ് എടേ അവിടെ ചെറിയ പ്രശ്നം ഇവിടെ എന്ത് പ്രശ്നം? അതിന്റെ തൊട്ടപ്പുറത്തില്ലേ സൂക്ഷിച്ചു. രമേശന്റെ നല്ല RDP രമേശ് അല്ലേ ഓ അവൻ സ്ഥിരം ഇവന്റെ പരമ്പ് തോന്നുന്നു. വരമ്പ് കൊണ്ടല്ലാണ് പരിപാടി. ആഹാ വെള്ളം തടഞ്ഞു വെക്കുക, വെള്ളം ഇങ്ങോട്ട് വിടാതിരിക്കുക. ഞാൻ ഒരു പരുവത്തിലൊന്ന് പറഞ്ഞ് സംസാരിച്ചൊന്ന് കോംപ്രമൈസ് ആയി കൊണ്ടുവന്നതാ. അതിന്റെ ഇടയിൽ ഇവൻ കയറി ഒരു മണ്ടത്തരം അടിച്ച് മൊത്തം കുളമാക്കി. എന്ത് മണ്ടത്തരപ്പെടുത്തത്? കണ്ടത് വെള്ളം വിടണമെങ്കിൽ പാർട്ടി മാറി നമ്മളെ പാർട്ടി ചേരണമെന്ന് പറഞ്ഞു. അത് മണ്ടത്തരമാണ്. ഒരു അണിയുടെ നമ്മുടെ പാർട്ടിയിലേക്ക് വരാൻ നല്ല കാര്യമില്ല. നീ ഇവനെ വലിയ മണ്ടത്തരമാണ്. ഏടാ അതിന്റെ ബാക്കിൽ കിടക്കുന്നില്ല അവന്റെ ബന്ധുക്കളുടെ കണ്ടമാണ്. അവന്മാരെ അവിടെ ബ്ലോക്ക് ചെയ്തോണ്ടല്ലേ നമ്മുടെ കണ്ടത്തിൽ പോലും വെള്ളം കിട്ടത്തില്ല. പറയാനാ നോക്കിയായിട്ട് ഇനിയിപ്പോ അപ്പുക്കുട്ട സാർ വിചാരിച്ചാലും നടക്കത്തില്ല. ഞാൻ ഒരു പരുവത്തിലെല്ലാം റെഡി ആയിക്കൊണ്ടുവന്നു. ഇവന് എവിടെ കൊണ്ടുപോയാലും ഇതാണ് പരിപാടി. എന്തിനു കൊണ്ടുപോയത്? പറഞ്ഞിട്ട് കാര്യമുണ്ടോ? രാവിലെ കൂടെ പോകുമ്പോ ആരെങ്കിലും ഒന്ന് വേണ്ടേ? അതുകൊണ്ട് വിളിച്ചോണ്ട് പോകുന്നതാണ്. എന്നെ ഇൻസൾട്ട് ചെയ്യുകയാണെങ്കിൽ ഇനി ഒരു ചർച്ചയ്ക്ക് എന്നെ വിളിക്കണ്ട. എന്തോ ഇൻസൾട്ട്? ഞാൻ പോയടാ. ആ നീ പോയാ അവിടെ എനിക്ക് ചാടിക്കേറി അങ്ങനെ പോയാ റൊണാൾഡോ നിനക്ക് വേറെ ഓലില്ല. ഒത്തിരി വെള്ളം എന്നെ വേണം. ഇനി ഞാൻ ഇല്ല. ആ നിനക്ക് വേറെ ഓലില്ലോ. പിന്നെ ആ പോട്ടെ അവൻ പോയെന്ന് തോന്നുന്നു. പോയിട്ടെന്ന് പറഞ്ഞ പാർട്ടിയുടെ വലിയൊരു പ്രവർത്തനമല്ലേ നഷ്ടപ്പെട്ടെ? പിന്നെ വലിയ പ്രവർത്തകൻ. നിങ്ങളെ ജയിപ്പിക്കാൻ വേണ്ടി കുറെ പോസ്റ്റ് ഒട്ടിച്ച് പുറകെ നടന്നില്ല. അത് ശരിയാണോ? പോസ്റ്റ് ഒട്ടിച്ചെന്ന് പറഞ്ഞ് പ്രവർത്തകനാവൂ. ഇതുപോലെ മണ്ടത്തരങ്ങൾ ഇവനെ കൊണ്ട് നടക്കുന്നതിന് പാർട്ടിന്ന് പ്രത്യേക ഫണ്ട് ഇങ്ങോട്ട് തരണം. ഇത് തന്നെ നിങ്ങളെ കുറിച്ച് ക്ലീറ്റ മച്ചമ്മയും പറയുന്നത്. എന്തോന്ന് നിങ്ങളൊക്കെ കൊണ്ടു നടക്കുന്ന പാർട്ടിക്ക് വേറെ ഫണ്ട് കണ്ടെത്തണമെന്ന്. ഓ അത് കണ്ടെത്തുന്നുണ്ടല്ലോ. ശരി. എന്താ പരിപാടി? ചിക്കൻ എന്താ പരിപാടി? ഒന്നുമില്ല, വെറുതെ മേടിച്ച് കറി വെക്കാന്ന് വിചാരിച്ചു. ഓ ഞാനും അങ്ങോട്ട് വരാടാ. ക്ലീറ്റോയെ കണ്ടി കാര്യം ഒന്ന് പറയാം. ചിക്കൻ ഉണ്ടല്ലോ ഇന്ന് ചോറ് അവിടെ നിന്ന് കഴിക്കാം. മച്ചമ്മ എവിടില്ല. മച്ചമ്മ എവിടെ പോയി? എവിടെ പോയി? അതറിയത്തില്ല, എവിടെ പോയി. അപ്പൊ ശരിയാ ഓക്കെ. നീ അങ്ങോട്ടോടെ പോകുന്നു? അല്ല വീട്ടിലോട്ടല്ലേ പോകുന്നു? ചർച്ച ചെയ്ത് ദിക്ക് വിട്ടുപോയി. എടുത്തോണ്ട് പോലും ഞാൻ ഇനി അങ്ങോട്ട് പോവുക. ഉണ്ടാക്ക് എന്താ ഉണ്ടാക്കാൻ പോവുക. എടുത്താ ചിക്കൻ എടുത്തോണ്ട് വന്ന് കഴിയേ. ചിക്കൻ 2-3 പ്രാവശ്യം കഴുകി വെച്ചേക്കണം. 2-3 പ്രാവശ്യം ഒന്നുകൂടെ ഒന്ന് കഴുകാൻ പറഞ്ഞാൽ കഴുകണം. കഴുക അമ്മയ്ക്ക് ആവശ്യത്തിന് എത്ര അമ്മ തന്നെ കഴുകും. ആഹാ പിന്നെ നിങ്ങളെ സഹായിക്കാൻ വിളിക്കാൻ പറഞ്ഞെന്നെ ഇത് തന്നെ കഴുകടി നിങ്ങൾ തമ്മിലാ മത്സരം. ഞാനില്ല. എനിക്ക് ആരോടും ഒരു മത്സരവും ഇല്ല. നീയല്ലേ പറഞ്ഞത് എന്റെ അമ്മയുടെ കറി കൊള്ളൂലെന്ന്. നീ പിഴിഞ്ഞിട്, വെള്ളം ഇറങ്ങിക്കൊള്ളും. ആ തപസിരിക്കാൻ തുടങ്ങിയിട്ടും 1 മണിക്കൂറായി. ചൂടും പോയി. ഇത് ഉണ്ടായിക്കൊണ്ട് വരണ്ടേ? നീ തോക്കാൻ റെഡി ആയിക്കോ. അമ്മേരെ പാചകം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ ചലഞ്ചിങ് ചിക്കൻ കറിയാ. അതെനിക്കറിയാം. പണ്ട് നമ്മള് സ്കൂളിൽ പോകുമ്പോ എത്ര പേര് ചോദിക്കും ഉണ്ടോ ഉണ്ടോ നമ്മുടെ കറി വന്നല്ലോ. തോൽക്കാൻ തയ്യാറായിക്കോ. എന്റെ അങ്ങനെ മോശക്കാരൊന്നും അല്ല. ഒരു ഒഴിച്ചും കൂടെ തിന്നി. കാണിക്കണത് ഇട്ടൂടം അവക്കൂടമ്മ അവള് കഴിക്കണം. ഞാൻ അതെ അതെ നീയാണ് ആദ്യം കഴിക്കേണ്ടത്. എനിക്കൊരു ഇച്ചിരി കോളം മതി. അല്ല ഞാൻ കഴിക്കും. അല്ല എല്ലാരും കഴിക്കണം. ഞാൻ പ്രത്യേകം ഒരു കാലും വെച്ചിട്ടുണ്ട് പോലെ. അവക്ക് കാല് അയ്യേ കണ്ട വേണ്ട. എങ്ങനെയുണ്ട് ചിക്കൻ കറി? എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട്. ഇങ്ങനെ വേണം ചിക്കൻ കറി വെക്കാൻ. നല്ല രസം പോലെ ഇരിക്കുന്നു അല്ലേ ചേച്ചി? കായം ചേർത്ത അമ്മ ഇതില്? കായോ? ആരെങ്കിലും ചിക്കൻ കറി നീയൊക്കെ കൂടെ നിന്നപ്പോഴല്ലേ ഞാൻ ഇത് ഉണ്ടാക്കിയത്. നീയെ കൂടെ അല്ലേ ഇതൊക്കെ ഉണ്ടാക്കാൻ? കായത്തിന്റെ ടേസ്റ്റ് ഇല്ല ചേച്ചി? നീ പറ. എടാ നീ പറയടാ എങ്ങനെയുണ്ട്?
അമ്മ സൂപ്പർ ചിക്കൻ കറിയാണ്, പക്ഷെ എരി ഒരു ഇച്ചിരി കൂടുതൽ, അതേ ഉള്ളൂ. എരി മാത്രല്ല നല്ല മസാലയുടെ കുത്തലും ഉണ്ട്, കൂടിപ്പോയി മസാല കൂടിപ്പോയി അമ്മേ. വേറെ എന്തോ അടി ഇതിനകത്ത്? വേറെന്ത്? എന്താണ് ജീരകം, നല്ല ജീരകം ചേർത്താ? നല്ല ജീരകമോ? ജീരകം എന്തോന്നാടാ? എടാ ഇങ്ങനെ നീ പറഞ്ഞാലേ എനിക്ക് വിശ്വാസമുള്ളൂ, നീ പറ. നോക്കട്ടെ. എനിക്കിഷ്ടപ്പെട്ടു, ഞാൻ നോക്കാല്ല. കഷ്ണം മുറിച്ചിട്ട് കൊള്ളാം. അങ്ങനെയുണ്ട് പറ. എന്ത് എന്ത് എന്താ എന്താ കൊള്ളത്തില്ലെന്നോ? എരിവ് കൂടുതലാ, വെള്ളം കുടിക്കട്ടാ. ആ അതുകൊണ്ടല്ല, നന്നായിട്ടുണ്ട്. കുഴപ്പമില്ല മാ. അമ്മ ഞാൻ വെക്കുന്നത് സാമ്പാർ വെക്കുന്ന പോലെ എന്നല്ലേ പറഞ്ഞത്? എനിക്കിത് കഴിച്ചിട്ട് രസം പോലെ തോന്നി. ആ അതുകൊണ്ട് നീ മനഃപൂർവ്വം പറയുന്നതാ. ഒന്നല്ല, മനഃപൂർവ്വം പറഞ്ഞൊന്നും അല്ല. എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്. അമ്മ എന്തോ എടുത്ത് വാരിയിട്ടിട്ടുണ്ട്. അത് പണ്ടായി എരിഞ്ഞ് ചാവണം എല്ലാരും. എന്തോ അമ്മ ഇട്ടത്? കൊള്ളരുത്. മനഃപൂർവ്വം നിങ്ങൾ എല്ലാവരും കൂടെ കരുതി കൂട്ടുക എന്നെ കളിയാക്കാൻ വേണ്ടി മനഃപൂർവ്വം നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നതാണ്. അല്ല, അമ്മ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ തന്നെ അമ്മയ്ക്ക് അറിയാൻ പറ്റുമല്ലോ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇത് എന്താന്നറിയോ, അമ്മയ്ക്ക് ഏതോ പൊടി തെറ്റിപ്പോയിട്ടുണ്ട്. നീയല്ലേ പിന്നെ മുളക് പൊടി എടുത്ത് കാണിച്ചു തന്നത്? ഇത് അമ്മ സഹായിക്കാൻ പറഞ്ഞിട്ടല്ലേ ഞങ്ങള് മുളക് പൊടി ഇട്ടത്. ഞങ്ങൾ അതിന് മറ്റേ ഉള്ളിയും പച്ചമുളകും കരിഞ്ഞു തന്നാലേ ഉള്ളു. എല്ലാ പൊടികളും ചേർത്തത് അമ്മയല്ലേ. എടി രസം പോലെ നീണ്ടു പോയെങ്കിൽ എന്താണെന്ന് അറിയാമോ? നിങ്ങളുള്ള സവാളയൊക്കെ കൂടെ അരിഞ്ഞു തന്നെ ഞാൻ ഇതിൽ ഒരു തുള്ളി വെള്ളം ചേർത്തില്ല. നിങ്ങൾക്ക് അറിയാമോ? അമ്മ എടുത്തു വന്ന നാല് സവാള. അപ്പൊ അമ്മയല്ലേ അമ്മക്ക് പറയാൻ പാടില്ല സവാള ഇടണ്ടെങ്കിൽ സവാള ഇടണ്ടെന്ന് സവാള വേണം, ആവശ്യത്തിനുള്ള സവാള അമ്മ എടുത്തു വന്നത്ര ഞങ്ങൾ അരിഞ്ഞുള്ളൂ, അല്ലാതെ കൂടുതലൊന്നും ഞങ്ങൾ അരിഞ്ഞിട്ടില്ല. എന്തായാലും കുറവായി. കുറെ സവാള അവിടെ എടുത്തിട്ട് നിങ്ങളൊന്ന് അരിഞ്ഞു തരുമോ? അപ്പൊ ആവശ്യത്തിന് അരിഞ്ഞ് അവിടെ വയ്ക്കണം. ഞാനത് ഓർമ്മിക്കാതെ എടുത്ത് അങ്ങ് ഇട്ട്. ഇത്ര തന്നെ കാര്യം. നിഷ്പക്ഷമായിട്ട് പറ, അമ്മ ഉണ്ടാക്കുന്ന ചിക്കൻ കറിയാണോ സൂപ്പർ, അതോ ലിലിപ്പൻ ഉണ്ടാക്കുന്ന കറിയാണോ? പറയട്ടാ, ഞാൻ ഇതിലും നന്നായിട്ട് ഉണ്ടാക്കി തരാറില്ലേ? ചേച്ചി ഇതിലും നന്നായിട്ട് ഞാൻ ഉണ്ടാക്കാറില്ലേ ചേച്ചി? അച്ചാച്ചാ നന്നായിട്ട് ഞാൻ ഉണ്ടാക്കാറുണ്ട്. ഇതില് നന്നായിട്ട് ഞാൻ ഉണ്ടാക്കും. സത്യം പറയട്ടെ, എന്റെ ചിക്കൻ കറിയാണോ നല്ലത്, അമ്മയുടെ ചിക്കൻ കറിയാണോ? ഇതൊന്ന് പറ. പറ. രണ്ടും കൊള്ളാം. അങ്ങനെ പറ്റില്ല, ഒരാളുടെ കാര്യം പറ. അപ്പൊ നീ വെച്ചത് നല്ലതെന്ന് അവൻ പറയണം. അതല്ലേ നിനക്ക് നിർബന്ധം? കണ്ണുരുട്ടി കാണിക്കുന്നുണ്ടാ? പറയണ്ട. കണ്ണുരുട്ടി കാണിക്കുന്നവനെ. മച്ചമ്പി നിഷ്പക്ഷമായിട്ട് പറ. മച്ചമ്പി പറ, അമ്മയുടെ ചിക്കൻ കറിയാണോ ലിലിപ്പൻ ചിക്കൻ കറിയാണോ? സത്യം ഞാൻ പറയട്ടെ, ഒത്തില്ല അമ്മേ, ഒത്തില്ല. അല്ലമ്മേ, ഈ സത്യം പറയുകയാണെങ്കിൽ ഞാൻ കഴിച്ചിട്ടുള്ള ഏറ്റവും നല്ല ചിക്കൻ എൻ്റെ അമ്മ ഉണ്ടാക്കുന്നത്. പക്ഷെ ഇന്ന് അല്ലേ ഒരു ഇത് പറ്റിപ്പോയിരുന്നു. അത് മത്സരത്തിന്റെ ഹരം കയറി എനിക്ക് തോന്നണം. അമ്മ സംഭവം അറിയാമോ, ഈ സുലിച്ചേച്ചി അവിടെ നിന്ന് കൊണ്ടുവന്ന സുലിച്ചേച്ചി വളരെ ഇഷ്ടത്തോടെ തൻ്റെ ഭർത്താവിന് ഉണ്ടാക്കി കൊടുത്ത സാധനമാണത്. ഇത് സ്നേഹമൊക്കെ ചേർത്ത് എല്ലാം കൂടെ നന്നാക്കി ഉണ്ടാക്കി കൊടുത്താണ്. അതിനുശേഷം ഒരു ഓഹരി വന്നപ്പോൾ നമുക്കൂടെ കൊണ്ടു തന്നു. നല്ല മനസ്സോടെ തന്നെയല്ലേ. പക്ഷെ അമ്മയ്ക്കാണെങ്കിൽ അങ്ങനെയാണോ? ഇന്ന് അമ്മയുടെ മനസ്സിൽ മുഴുവൻ മത്സരമായിരുന്നു, എവിടെ എങ്ങനെയെങ്കിലും തോപ്പിക്കണം അല്ലേ. അതിനുവേണ്ടി അമ്മ അവരോട് അത് ചെയ്ത് എല്ലാം കൂടെ വാരി കൂട്ടിയിട്ട് അളവ് കയ്യിൽ നിന്ന് അങ്ങ് പോയി. അതല്ലേ സത്യം? സത്യം പറയാല്ല, ഈ ചിക്കൻ അങ്ങോട്ട് തിളച്ചു വന്നപ്പോഴേ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, എന്തോ ആച്ചിക്ക് സമ്മതിക്കാനും ഒരു പടി. എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾ കഴിക്കും. ലില്ലി, നിന്റെ ചിക്കൻ കറിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ ചുമ്മാ പറഞ്ഞത്, അങ്ങനെ സാമ്പാർ പോലെ ഇരിക്കുന്നു. അയ്യോ, ISI മുദ്ര കിട്ടിയേക്കുന്നത്. ഇത് രസം പോലെ ഒന്നും അല്ല, അതിലൊക്കെ നല്ലതാണ്. ഇത് മത്സരം മനസ്സിൽ കയറിട്ടാണ്. അമ്മ, നമ്മൾ ഇഷ്ടം കൊണ്ടൊരു സാധനം ഉണ്ടാക്കിയ എല്ലാവർക്കും ഇഷ്ടം പോലെ കഴിക്കാൻ പറ്റും. Audience